Subscribe now. നമസ്കാരം, എല്ലാവർക്കും PSC വാറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിവിധ തരം മഴകളെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഒട്ടും വൈകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഴയെ 3ആയി വർഗീകരിക്കാം: സംവഹന വൃഷ്ടി അഥവാ കൺവെക്ഷണൽ റെയിൻ, പർവ്വത വൃഷ്ടി അഥവാ ഓറോഗ്രാഫിക് റെയിൻ, ചക്രവാത വൃഷ്ടി അഥവാ സൈക്ലോണിക് റെയിൻ എന്നിങ്ങനെ. ഇനി നമുക്ക് സംവഹന വൃഷ്ടി എന്താണെന്ന് നോക്കാം. വായു ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് സംവഹന പ്രവാഹമായി മുകളിലേക്ക് ഉയരുന്നു. ഇത്തരത്തിൽ ഉയരുന്ന വായുവിൻ്റെ താപം നഷ്ടപ്പെട്ട് ഘനീഭവിച്ച് ക്യുമുലസ് മേഘങ്ങളായി രൂപം കൊള്ളുന്നു. ഇടിയുടെയും മിന്നലിൻ്റെയും അകമ്പടിയോടെ കുറച്ച് സമയത്തേക്ക് ശക്തമായ മഴയുണ്ടാകുന്നു. ഇത്തരം മഴ ചൂടേറിയ വേനൽക്കാലങ്ങളിൽ സാധാരണമാണ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലും ഉത്തരാർദ്ധഗോളങ്ങളിലെ വൻകരകളുടെ ഉൾപ്രദേശങ്ങളിലും സംവഹന വൃഷ്ടി സാധാരണയാണ്. ഉച്ചലിത വൃഷ്ടി എന്നും സംവഹന വൃഷ്ടി അറിയപ്പെടുന്നു. മധ്യരേഖ കാലാവസ്ഥാ മേഖലകളിൽ സാധാരണയായി ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയ മഴയാണ് സംവഹന മഴ. അടുത്തത് പർവ്വതവൃഷ്ടി. പർവ്വതമഴകളെ ശൈലവൃഷ്ടി എന്നും വിളിക്കാറുണ്ട്. ജലപൂരിതമായ വായുപിണ്ഡം പർവ്വതങ്ങൾക്ക് അഭിമുഖമായി വരുമ്പോൾ പർവ്വത ചെരുവിൽ തട്ടി ഉയരുകയും തുടർന്ന് വികസിക്കുകയും താപനില കുറയുകയും ചെയ്യുന്നതിലൂടെ ജലബാഷ്പം ഘനീഭവിക്കുന്നു. കാറ്റിന് അഭിമുഖമായ ചരിവുകളിൽ കൂടുതൽ മഴ ലഭിക്കുന്നു. വാതാഭിമുഖ വശത്ത് മഴ നൽകി മുന്നേറുന്ന വായു മറുചെരുവിൽ താഴ്ന്നിറങ്ങുമ്പോൾ താപനില ഉയരുന്നു. ഇതുമൂലം ഈ പർവ്വത ചെരുവുകൾ വരണ്ടതായി നിലകൊള്ളുന്നു. കാറ്റിന് എതിർവശത്തായി മഴ ലഭിക്കാതെ വരണ്ടു കിടക്കുന്ന പർവ്വത ഭാഗത്തെ മഴനിഴൽ പ്രദേശം അഥവാ റെയിൻ ഷാഡോ റീജിയൻ എന്ന് വിളിക്കുന്നു. അടുത്തത് ചക്രവാത വൃഷ്ടി. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിൽ രൂപം കൊണ്ട് തീരത്തേക്ക് വീശുന്ന അതിതീവ്ര കൊടുങ്കാറ്റുകളാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ. ഇവ അതിശക്തമായ മഴയ്ക്ക് കാരണമായിത്തീരുന്നു. ചക്രവാത കേന്ദ്രത്തിന് ചുറ്റുമായി വ്യാപിച്ചിരിക്കുന്നത് ക്യുമുലോനിംബസ് മേഘങ്ങളാണ്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ കരയിലേക്ക് കടക്കുന്ന പ്രദേശമാണ് ലാൻഹാൾ എന്നറിയപ്പെടുന്നത്. ഉഷ്ണമേഖലാ ചക്രവാതത്തിൻ്റെ കേന്ദ്രത്തിന് ചുറ്റുമായി അതിശക്തിയിൽ സർപ്പിളാകൃതിയിൽ കാറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് ചക്രവാത നേത്രം. വായു താഴ്ന്നിറങ്ങുന്ന ശാന്തമായ മേഖലയാണ് ഇത്. ചക്രവാത നേത്രത്തിന് ചുറ്റുമായാണ് നേത്രഭിത്തി സ്ഥിതി ചെയ്യുന്നത്. കാറ്റിന് ഏറ്റവും വേഗം കൂടിയ ഈ മേഖലയിലാണ് ശക്തമായി മഴ ലഭിക്കുന്നത്. നേത്രഭിത്തിയിൽ നിന്ന് മഴമേഖല ചുറ്റും വ്യാപിക്കുകയും ക്യുമുലോനിംബസ് മേഘങ്ങൾ പുറത്തേക്ക് നീങ്ങുകയും ചെയ്യുന്നു. അടുത്തത് ബോർഡർ റെയിൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കടലിൽ നിന്നുള്ള വായു തീരപ്രദേശങ്ങളിൽ വെച്ച് കരയിലെ വായുവുമായി കൂട്ടിമുട്ടി മേഘരൂപവൽക്കരണം ഉണ്ടായി സംഭവിക്കുന്ന മഴയാണ് ബോർഡർ റെയിൻ. ബോർഡർ റെയിൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തീരദേശ മഴ. അപ്പം ഇതോടുകൂടി ഈ വീഡിയോ അവസാനിച്ചു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ആണെങ്കിലും മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്